أفرأيت من اتخذ إلهه هواه وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون وقالوا ما هي إلا حياتنا الدنيا نموت ونحيا وما يهلكنا إلا الدهر وما لهم بذلك من علم إن هم إلا يظنون فمن يهديه من بعد الله അല്ലാതെ പിന്നെ ആരാണ് അവനെ നേർവഴി കൊടുക്കാൻ പറ്റുന്നത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരാൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്തിട്ട് ധിക്കാരത്തോടു കൂടി ഒരാള് പടച്ച തമ്പുരാനെ ധിക്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണത്. അല്ലാതെ ബൈ ഡിഫോൾട്ട് ചില ആൾക്കാർ ഇന്ന ആൾക്കാർ ഒക്കെ കംപ്ലീറ്റ് നരകത്തിലേക്ക്, ഇന്ന ആൾക്കാർ കംപ്ലീറ്റ് സ്വർഗത്തിലേക്ക്, അങ്ങനെ അള്ളാഹുവിൻ്റെ ലിസ്റ്റ് ഇട്ട് വെച്ചതാന്നുള്ള ധാരണ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഗുഡ് ലിസ്റ്റിൽ എത്തണമെങ്കിൽ അതിനൊരു എലിജിബിലിറ്റി ഉണ്ട്. നമ്മളതിന് എലിജിബിൾ ആയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആ ലിസ്റ്റിൽ പെടുത്തും. അല്ലാത്ത ആൾക്കാരെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവൻ്റെ കണ്ണിന് മേലൊരു മൂടി ഉണ്ടാക്കുന്നു. വഖതമാല സമീഹി വ കൽബിഹി വജഅല അല ബസരിഹി, അവൻ്റെ കണ്ണും അള്ളാഹു മൂടും, ഇഷാവ. പിന്നെ ഒരു നന്മയും അയാൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. പിന്നെ എത്ര തന്നെ പടച്ച തമ്പുരാനെ ഈ ലോകത്തെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുത്താലും കൽബിലേക്ക് കയറൂല. കാരണം എന്താ? അള്ളാഹു മൂടി വെച്ചു. അള്ളാഹു ആ സീൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എത്ര വേദ ഊതി കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അള്ളാഹു തആല പറയുന്നത്. പിന്നെ ആരാണ് അയാൾക്ക് ഹിദായത്ത് കൊടുക്കുക? പിന്നെ ഏത് വലിയ ഉസ്താദ് വന്നാലും അയാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. കാരണം ധിക്കാരം കാരണം അള്ളാഹുവിൻ്റെ കണ്ണ് മൂടിക്കഴിഞ്ഞു. പിന്നീട് അവനൊന്നും ഈ ദുനിയാവിൽ പ്രതീക്ഷിക്കാനില്ല. പിന്നെ അത്തരത്തിലുള്ള ആൾക്കാരുടെ ക്വാളിറ്റിയെ പറ്റി അള്ളാഹു പറഞ്ഞു, വഖാലു മാ ഹിയ ഇല്ല ഹയാത്തുന ദുനിയ, ജീവിതം എന്നാൽ ഈ ലോകത്തെ ജീവിതമാണ് ചങ്ങായി. നമ്മൾ ജീവിക്കുന്നു, നമ്മൾ മരിക്കുന്നു, അതോടുകൂടി തീരുന്നു. മാ യുഹ്ലികുന ഇല്ല ദഹർ, വെറും കാലം മാത്രമാണ് നമ്മളെ ഈ നശിപ്പിച്ച് കളയുന്നത്. നമ്മുടെ ഒരു സെർട്ടൻ കാലമുണ്ട്. അപ്പോൾ നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഒരു ഡേറ്റ് ഓഫ് ഡെത്തും ഉണ്ട്. ആ സമയത്തിനകത്തുള്ള അതിനകത്തുള്ള ഒരു സമയം മാത്രമാണ് നമ്മൾ, ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് ഇത് മരിക്കുക എന്ന് പറഞ്ഞാൽ. അതിനപ്പുറം ഇതിനൊന്നും യാതൊരു ബുദ്ധിയോ ചിന്തയോ ഒന്നുമില്ലാത്ത പട്ടിയെയോ പൂച്ചയോ എലിയെയോ പല്ലിയെയോ പോലെയുള്ള വെറും ജീവി മാത്രമാണ് മനുഷ്യൻ എന്നാണ് ഈ രൂപത്തിലുള്ള മൂടി മറ്റേ കണ്ണിനും ഹൃദയത്തിനും മൂടി വെച്ച ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ ഇതിലൂടെ സൃഷ്ടിച്ചതിന് അർത്ഥമുണ്ടെന്നും ആ മനുഷ്യന് മാത്രം നൽകപ്പെട്ട ഈ സ്വാതന്ത്ര്യത്തിന് ഒരു അർത്ഥമുണ്ടെന്നും മനസ്സിലാക്കിയ ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഹവകളെ പിൻപറ്റുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പെടൂല. ഹവകളെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ ലിബറലിസം എന്ന് പറയാം. ഒരാൾ ലിബറലായി എന്ന് പറഞ്ഞാൽ എന്താണ്? തോന്നിവാസം. ലിബറലിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേർക്ക് നേരെ മലയാളം നമുക്ക് തോന്നിയാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റും. ലിബറലായുള്ള ആളാണെന്ന് പറഞ്ഞാൽ എന്താ? തോന്നിയാസായിട്ട് ജീവിക്കുന്ന ആളാണെന്ന് തന്നെയാണ്. റിലീജിയസ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളെന്നാണ് അർത്ഥം. അപ്പോൾ ലിബറൽ ആവാതിരിക്കുക, മനിത്തഖദ ഇലാഹു ഹവാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൂട്ടത്തിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ജീവിതം കൊണ്ട് ചെയ്യാനുള്ളത്. അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളാവുക, അല്ലെങ്കിൽ നമുക്ക് ലിബറൽ ആവാം. രണ്ട് ഓപ്ഷനേ നമുക്കുള്ളൂ. ലിബറലിസം നമ്മളെ എത്തിക്കുക ഈ തോന്നിയാസത്തിലേക്കും അവസാനം നുസ്ലിഹി ജഹന്നം, നരകത്തിലേക്കുമാണ് എത്തിക്കുക. അപ്പോൾ ഒതുന്നിരയിടയിൽ ഈ ആയത്തിങ്ങനെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി. അതുകൊണ്ട് ഒരു ചുമ്മാ രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സൂറത്ത് ജാസിയയിലെ ആയത്താണ് കേട്ടോ. സൂറത്ത് ജാസിയ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു വൺ ഓഫ് ദ സൂറത്തുകളാണ്. ഇതിന് ശേഷമുള്ള ആയത്തുകളും ഭയങ്കര ഇങ്ങനെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ആയത്തുകളാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ വായിക്കണം, പഠിക്കണം. 45-ാമത്തെ സൂറത്താണ്. ഓക്കെ.